മാന്യമിത്രങ്ങളെ നമസ്കാരം. ഡൽഹിയിൽ നിന്നും ജോർജ് നെടുമ്പാറയാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ പ്രഭാത ചിന്തയിൽ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പ്രശ്നങ്ങൾ വളർച്ചയുടെ ചവിട്ടുപടികളാണെന്ന്. അതായത് പ്രശ്നങ്ങളിൽ നിന്നാണ് അവസരങ്ങൾ ഉണ്ടാകുന്നതെന്ന്, പ്രതിസന്ധികളെ പദ്ധതികളാക്കി മാറ്റാമെന്നാണ് ആ സന്ദേശത്തിൽ പറയുന്നത്. 3 വരികളെ ഉള്ളൂവെങ്കിലും ഞാനത് അല്പം കൂടി ആശയ വിപുലം നടത്താൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടുകൂടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ? എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്നല്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് നമ്മളെ തളർത്താനല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ പുതിയൊരു സാധ്യത തുറന്നു കാട്ടാനാണ്. ലോകത്തെ മാറ്റിമറിച്ച വലിയ പദ്ധതികളെല്ലാം എവിടുന്നാണ് പിറവിയെടുത്തെന്നാണ് വിചാരിക്കുന്നത്? വലിയ പ്രശ്നങ്ങളിൽ നിന്നാണ്, ഓരോ പ്രശ്നങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വിശപ്പിൻ്റെ പ്രശ്നത്തിന് പരിഹാരമായാണ് കൃഷി ഉണ്ടായത്, അല്ലേ? ദൂരത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരമായാണ് വാഹനങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ എന്നത് പരിഹരിക്കപ്പെടേണ്ട ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, അവ പുതിയ പദ്ധതികളുടെ വിത്തുകൾ കൂടിയാണ്. ഈ കാര്യത്തിൽ എനിക്ക് അനുഭവമുണ്ട്. എന്താണെങ്കിലും എൻ്റെ അനുഭവം ഇവിടെ പങ്കുവച്ചില്ലെങ്കിൽ ശരിയാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. ധാരാളം അനുഭവങ്ങളുണ്ടെങ്കിലും ഒരൊറ്റ അനുഭവം പങ്കുവയ്ക്കാം. 1992 ഞാൻ ഗവൺമെൻറ് സർവീസിലിരിക്കുമ്പോൾ തൻ്റേതല്ലാത്ത കാരണത്താൽ എനിക്കൊരു കുക്കിംഗ് സ്റ്റോറിയെ ഫേസ് ചെയ്യേണ്ടി വന്നു. എനിക്കെതിരായ ഒരു കുക്കിംഗ് സ്റ്റോറി ഉണ്ടാക്കി. കേസിന് ബലം കൂട്ടാൻ വേണ്ടി ഞാൻ ഭീകരപ്രവർത്തകൻ, അതായത് LTTE ആണെന്ന് FIR എഴുതി വയ്ക്കുകയും ചെയ്തു. ആ കാരണത്താൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ പിരിച്ചുവിട്ടു. അങ്ങനെ 13 വർഷം ഞാൻ പുറത്ത്. നോക്കണേ, ഇതിനെ എല്ലാവരും ഒരു പ്രശ്നമായി കണ്ടപ്പോൾ ഞാൻ അതിനെ ഒരു അവസരമായിട്ടാണ് കണ്ടത്. ഉടൻ ഒരു ടൂറിസ്റ്റ് വാഹനം വാങ്ങി യാത്രക്കാരെയും കൊണ്ട് ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ചുറ്റി നടന്നു. സുഖം പരിപാടി. ആഹാരത്തിന് ആഹാരം, പൈസയ്ക്ക് പൈസ. സമയം കിട്ടുമ്പോഴെല്ലാം പുസ്തകങ്ങൾ രചിക്കുക എൻ്റെ ഹോബിയായിരുന്നു. അതിന് ടേബിൾ വേണ്ടേ? ഞാൻ സ്റ്റീറിങ്ങിൻ്റെ പുറത്ത് വെച്ച് കാർഡ്ബോർഡിൽ ഇരുന്ന് എഴുത്തു തുടങ്ങി. അങ്ങനെ പുസ്തകങ്ങൾ എഴുതി തീർത്തു. ആ പുസ്തകങ്ങൾ കൊടുത്ത നല്ല സൗഹാർദ്ദങ്ങൾ തേടി ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രതിയാക്കി അനീതിക്കെതിരെ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. വക്കീലിനോടൊപ്പം ഇരുന്ന് കേസും പഠിച്ചു. ആ പുസ്തകങ്ങൾ രാഷ്ട്രപതിക്കും സുപ്രീം കോടതി ജസ്റ്റിസിനും അടക്കമുള്ള ഭാരതത്തിലെ പ്രമുഖർക്കൊക്കെ കൊടുത്ത് നല്ല സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ അതിന് നാഷണൽ റെക്കോർഡ്, വേൾഡ് റെക്കോർഡ് ഒക്കെ ലഭിച്ചു. ഇതൊക്കെ വലിയൊരു അവസരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അവസാനം 13 വർഷം കേസ് ഫൈറ്റ് ചെയ്ത് അവസാനം ഇതൊരു കുക്കിംഗ് സ്റ്റോറിയാണെന്ന് തെളിയുകയും ഡൽഹി ഹൈക്കോർട്ടിലെ ഡിവിഷൻ ബെഞ്ച് ഡൽഹി പോലീസ് കമ്മീഷനെ അതിരൂക്ഷമായി വിമർശിക്കുകയും മുൻകാല പ്രാബല്യത്തോടെ എനിക്ക് പ്രമോഷനും അതോടൊപ്പം തന്നെ പിരിഞ്ഞു നിന്ന കാലം മുഴുവനും സ്പെൻഡ് ഓൺ ഡ്യൂട്ടിയായി പരിഗണിച്ച് ഏതാണ്ട് 32.5 ലക്ഷത്തിലധികം രൂപ ശമ്പളം കുടിശ്ശികയുമായി ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് അനുവദിക്കുകയും ചെയ്തു. നോക്കണം, വല്ല കാര്യമുള്ള കാര്യമാണോ? പ്രശ്നങ്ങളെ അവസരങ്ങളാക്കിയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത്. തന്നെയുമല്ല, കള്ളക്കേസ് ഉണ്ടാക്കിയവർക്കെതിരെ എനിക്ക് 25 ലക്ഷം രൂപയുടെ മാനഹാനിക്കുള്ള കേസ് ഫയൽ ചെയ്യുവാൻ എനിക്ക് അവസരമുണ്ടായി. എങ്കിലും ഞാൻ അവരോട് ക്ഷമിക്കുകയായിരുന്നു. അങ്ങനെ ക്ഷമിക്കുവാനുള്ള ഒരു മഹത്തായ അവസരവും എനിക്ക് ലഭിച്ചു എന്ന കാര്യം ഞാൻ നന്ദിയോടെ, അഭിമാനത്തോടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. ഇത് പ്രശ്നങ്ങളിൽ നിന്നും അവസരങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ഉത്തമ ഉദാഹരണവും അനുഭവമാണ്. ഒരു പ്രശ്നത്തെ എങ്ങനെ വിജയകരമായി ഒരു പദ്ധതിയാക്കി മാറ്റാം എന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മുടെ വീക്ഷണം ഒന്ന് മാറ്റേണ്ടി വരും കേട്ടോ. പ്രശ്നത്തെ ഒരു തടസ്സമായി കാണുന്നതിന് പകരം ഒരു പഠന അവസരമായി കാണുക. ഇതുകൊണ്ട് എനിക്ക് എന്ത് പഠിക്കാം എന്ന ചിന്തയാണ് ആദ്യത്തെ വിജയം. വിശകലനം ചെയ്യുക, പ്രശ്നത്തിൻ്റെ മൂലകാരണം കണ്ടെത്തുക. പലപ്പോഴും ആ കാരണത്തിനുള്ളിൽ തന്നെയായിരിക്കും അതിനുള്ള പരിഹാരവും ഇരിക്കുന്നത്. അത് ഒളിഞ്ഞായിരിക്കുന്നത്, അതിനെ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ആസൂത്രണം, പ്ലാനിങ്. പരിഹാരത്തെ ഒരു ലക്ഷ്യമായി കാണാതെ അതിനെ ചെറിയ ചെറിയ ഘട്ടങ്ങളായി, സ്റ്റെപ്പുകളായി തിരിക്കുക. ഇതാണ് ഒരു പ്രശ്നത്തെ പദ്ധതി ആക്കുന്ന മറ്റൊരു രീതി എന്ന് പറയുന്നത്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഒരു വിഷയമായിരുന്നു MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകുകയും അതിൽ പിടിച്ച് കയറുകയുമാണ് ഞാൻ ചെയ്തത്. പിന്നെ MA പരീക്ഷയ്ക്കൊന്നും എഴുതാനേ പോയില്ല. ഒരു കാര്യത്തിൽ ശ്രദ്ധ ഊന്നുക, അതിൽ ആവേശഭരിതനാകുക, എങ്കിൽ നിങ്ങളത് നേടിയിരിക്കും.
ഇതിന് സൃഷ്ടിപരമായ രീതിയിൽ ഒരു സമീപനമുണ്ട് കേട്ടോ. പഴയ രീതിയിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പുതിയ ഏത് രീതിയിലൂടെ നമുക്കത് മാറ്റാം, മറികടക്കാം എന്ന് ചിന്തിക്കുക. ഈ ചിന്തയാണ് പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കുന്നത്. സുഹൃത്തുക്കളെ, കടൽ ശാന്തമാണെങ്കിൽ ആർക്കും കപ്പൽ ഓടിക്കാം. എന്നാൽ കപ്പൽ ഓടിക്കുന്നവൻ ഒരു യഥാർത്ഥ നാവികനാകുന്ന എപ്പോഴാണ്? കടൽ പ്രക്ഷുബ്ധമാകുമ്പോഴാണ്. ശാന്തസമുദ്രത്തിൽ കപ്പിത്താൻ എന്തെങ്കിലും കാര്യമുണ്ടോ? ആർക്ക് വേണമെങ്കിലും കപ്പലിരുന്ന് കപ്പൽ ഓടിക്കാമല്ലേ? അതുപോലെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മനോധൈര്യവും കഴിവും പരീക്ഷിക്കപ്പെടേണ്ടത്. ഇന്നത്തെ ഈ ദിവസത്തിൽ ഒരു ദൃഢനിശ്ചയമെടുക്കാം. മുന്നിലുള്ള പ്രശ്നങ്ങളെ കണ്ട് ഭയന്ന് പിന്തിരിയല്ല, പകരം ഓരോ പ്രശ്നത്തെയും ഓരോ പ്രൊജക്റ്റായി ഏറ്റെടുക്കണം. ഓർക്കുക, ഇന്ന് നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായിരിക്കും നാളെ നിങ്ങൾ ആഘോഷിക്കുന്ന ഏറ്റവും വലിയ വിജയത്തിൻ്റെ അടിസ്ഥാനം. എല്ലാവർക്കും ആത്മവിശ്വാസം നിറഞ്ഞ വിജയകരമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.